ഇറാനിൽ സൈനിക നേതൃസ്ഥാനത്ത് അമേരിക്കൻ വിരോധികളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സ്ഥാനമാറ്റം ഉണ്ടാകുമെന്ന അഭിപ്രായമൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ തീവ്ര ചിന്താഗതിക്കാരും ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധരുമായിരിക്കുന്ന സൈനിക നേതൃസ്ഥാനത്തുള്ളവരെ മേധാവികളാക്കി നിയമിച്ചുകൊണ്ട് മുജ്തബ അലി ഖംനയുടെ ഉത്തരവ് പുറത്തു വന്നു. ഇതോടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇനിയൊരു യുദ്ധം അമേരിക്കയുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ കഠോരമായിരിക്കുന്ന തിരിച്ചടിക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് നേതൃസ്ഥാനത്ത് മാറ്റം വരുത്തിയത് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട് വിഭാഗത്തെ ഇതുവരെ യോജിപ്പിൻ്റെ മേഖലയല്ലാതെ രണ്ട് ഭാഗമായിട്ട് ഇടപെടൽ നടത്തുന്ന വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ആംഡ് ഫോഴ്സ് ജനറൽ സ്റ്റാഫും അതോടൊപ്പം തന്നെ ഖത്മുൽ അംബിയ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സും കൂടുതൽ ഏകോപിപ്പിച്ചുകൊണ്ട് സൈനിക സംവിധാനത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു രൂപം ഉണ്ടാക്കുകയും ചെയ്തു. 6 മുതിർന്ന നേതാക്കന്മാരെയാണ് മാറ്റി പുതിയ ആളുകൾക്ക് ആ സ്ഥാനം നൽകിയത്. അത് ഇറാൻ്റെ ആർമി വിഭാഗവും IRGC വിഭാഗവും IRGC നേവി വിഭാഗവും ബേസിൽ സൈനിക വിഭാഗത്തിലും കൂട്ടമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇറാൻ ഇങ്ങനെയാണ്. 2026 അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ്റെ പഴയ കമാൻഡ് സംവിധാനത്തിൽ ദൗർബല്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനാൽ ഭാവിയിലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം അനിവാര്യമാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് വളരെ പൊടുന്നനെ ഒരു മാറ്റം ഉണ്ടായത് എന്നാണ്. 2 കാര്യം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, 2025 ഇസ്രായേലും അമേരിക്കയും ഇറാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ പ്രത്യാക്രമണം നടത്തിയത് ശരിവെക്കുകയും അതിൽ വിജയമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യാക്രമണത്തിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. 2026 അതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന നഷ്ടമാണ് ഇറാൻ ഉണ്ടായത്. ഒന്ന്, ആയത്തുള്ള അലി ഖംനായി അവരുടെ ആത്മീയ നേതാവ് കൊല ചെയ്യപ്പെട്ടു. അവരോടൊപ്പം മുതിർന്ന സൈനിക കമാൻഡർമാർ കൊല ചെയ്യപ്പെട്ടു. പിന്നീട് അമേരിക്കയുടെ ഒരു മിസൈൽ ആക്രമണത്തിൽ അല്ലെങ്കിൽ ബോംബ് ആക്രമണത്തിൽ ഒരു സ്കൂൾ മന്ദിരം തകർന്ന് ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ 168ഓളം 168 അതിനിടയിൽ എന്ന് പറയുന്നു. 2 റിപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു. അവരുടെ അധ്യാപകരും അവിടുത്തെ ജീവനക്കാരും കൊല ചെയ്യപ്പെട്ടു. ബിൽഡിംഗ് അപ്പാടെ തകർന്ന് തരിപ്പണമായി. ഈ തരത്തിലാണ് ആ സംഭവങ്ങൾ പോയത്. അതിനെ അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ അവിടെയും പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഒരു മിതവാദത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് സൈനിക കമാൻഡർമാർ നിൽക്കുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയത്. ആയത്തുള്ള അലി ഖംനായി ഉള്ള സമയത്ത് അദ്ദേഹം ഒരു മിതവാദിയായിരുന്നു. ഒരു അമേരിക്കക്കാരനാണെങ്കിൽ പോലും അനാവശ്യമായ രീതിയിൽ ആക്രമിക്കരുത് എന്ന നിലപാടായിരുന്നു. എല്ലാ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെയും ഖംനായി ശരിവെച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലും ഗവൺമെൻറ് നിലപാടിനെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നതും പണപ്പെരുപ്പം ഉണ്ടാകുന്നതും തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന തരത്തിലാണ് പരാമർശം ഉണ്ടായത്. ഇതൊക്കെ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തമായിരിക്കുന്ന ഉത്തരവാദിത്വമാണെങ്കിൽ ഇടപെടൽ നടത്തണമെന്ന് മസൂദ് പെഷഷ്കിയാനോട് പോലും ഖംനായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതോടുകൂടി അവിടുത്തെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. കാര്യം അവരെല്ലാവരും ചേർന്നുകൊണ്ട് സർക്കാരിനോടൊപ്പം ചേർന്നു. പിന്നീട് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന്, മുജ്തബ അലി ഖംനായി ജീവനോടെ ആരോഗ്യത്തോടെ ഇറാനിലുണ്ട് എന്ന് തെളിയിക്കാൻ ഈ ഒരു സ്ഥാനമാറ്റം വല്ലാത്ത രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തത്. അപ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഖംനായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പിന്നെ ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അദ്ദേഹം റഷ്യയിൽ അഭയം തേടി എന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. രാജ്യത്തിനകത്തുണ്ട്, നേതൃസ്ഥാനത്തുണ്ട്. ഇപ്പോഴത്തുള്ള ഇറാൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള നിർദ്ദേശം നൽകുന്നതും ഇദ്ദേഹമാണെന്ന് തെളിയിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്
തീവ്ര ചിന്താഗതിക്കാരും അമേരിക്കൻ ഇസ്രായേൽ വിരോധികളും നേതൃസ്ഥാനത്ത് വന്നെങ്കിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്ന് ഇറാൻ മനസ്സിലാക്കുന്നുണ്ട്. ആയതിനാലാണ് വളരെ പൊടുന്നനെ ഈ മാറ്റം എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക. യുദ്ധം നിർത്തരുത് എന്ന് താല്പര്യപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ. അതിന് വ്യത്യാസം അങ്ങനെയാണ്. എന്തുകൊണ്ട് അവരത് പറയുന്നു? ഇനിയൊരു യുദ്ധം ഇറാന് നേരെ ഉണ്ടാവുക അസാധ്യമാണ്, ഇതുപോലെ സമാനമായ രീതിയിൽ. അപ്പോൾ നിലവിൽ ഈ ഒരു യുദ്ധമാണ് എന്നതിനാൽ പരമാവധി നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുക, അവരുടെ ആയുധശേഖരം ഇല്ലാതാക്കുക, അവർക്കെതിരെ കൃത്യമായിരിക്കും നിലപാടെടുക്കുക, അങ്ങനെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഇസ്രായേലിൻ്റെതായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇറാനിലേക്ക് വരുന്ന സമയത്ത് ഇറാൻ്റെ ആംഡ് ഫോഴ്സ് അവിടെ നിന്നാണ് മാറ്റം വരുന്നത്. മേജർ ജനറൽ അലി അബ്ദുല്ലായി പുതിയ അധികാരിയായിട്ട് സ്ഥാനമേറ്റു. ജനറൽ സ്റ്റാഫിൻ്റെ മേധാവിയായിട്ട് ബ്രിഗേഡിയർ ജനറൽ കിലൂസ് ഹൈത്തമി എന്ന് പറയുന്ന ആൾ അധികാരമേറ്റു. IRGCയുടെ റവല്യൂഷണറി കമാൻഡറായിട്ട് മേജർ ജനറൽ അഹമ്മദ് വാഹിദി വന്നു. നിയോഗിക്കപ്പെടുകയാണ്. അത് മുജ്തബ കമനയാണ്. IRGCയുടെ ഡയറക്റ്റ് കമാൻഡറായിട്ട് മുസ്തഫ ഇസ്താദി എന്ന് പറയുന്ന ആൾ വന്നു. IRGCയുടെ നാവികസേനയിൽ അലി അസ്മയി എന്ന് പറയുന്ന ആൾ വന്നു. ബാസിജ് ഫോഴ്സ് മേധാവിയായിട്ട് ഹുസൈൻ തായിബ്. ഇങ്ങനെ 6 വളരെ പ്രധാനമായിരിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും പ്രധാന സൈനിക വിഭാഗത്തിലാണ് മാറ്റങ്ങൾ വന്നത്. എന്താ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുൻപ് പറഞ്ഞു, സമാധാനം കാക്ഷിക്കുന്ന നല്ലൊരു വിഭാഗം ഭരണം നടത്തിയിരുന്ന കാലമായിരുന്നു ആയത്തുള്ള അലി ഖംനായുടെ കാലഘട്ടം. അഥവാ കഴിഞ്ഞ ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി കൊലപ്പെടുത്തിയ അദ്ദേഹം ഏറെക്കുറെ മിതവാദിയായിരുന്നു. അമേരിക്കയുടെ സൈന്യത്തെ തന്നെ അനാവശ്യമായ രീതിയിൽ ആക്രമിക്കുന്നതിന് IRGCക്ക് വാണിംഗ് കൊടുക്കുന്ന ആൾ പോലുമായിരുന്നു അദ്ദേഹം. നിയന്ത്രിതമായിരുന്നു. ഒരു യുദ്ധമാണെങ്കിൽ പോലും അതിൽ കൃത്യമായിരിക്കുന്ന മര്യാദ പാലിക്കണം എന്നുള്ള അഭിപ്രായക്കാരനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, അത് ഇറാനിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുള്ള ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ആചാര്യനാണ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനത്തെ വാക്കായിട്ടാണ് ഷിയ വിഭാഗം കരുതുന്നത് എന്ന് ചുരുക്കം. അഥവാ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ക്രിസ്ത്യാനിറ്റി കൊടുക്കുന്ന അത്രയും വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ഷിയ വിഭാഗം അവരുടെ ആത്മീയ നേതാവിന് കൊടുക്കുന്നത് എന്ന് ചുരുക്കം. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടുകൂടി ഇറാനിലാണെങ്കിലും ഇറാൻ്റെ പുറത്തുള്ള ഷിയ വിഭാഗത്തിലാണെങ്കിലും സമൂലമായിരിക്കുന്ന മാറ്റങ്ങളുണ്ടായി. അഥവാ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അവർ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ അവരുടെ ഈ വിഷയം മാനസികമായിട്ട് തന്നെ ഇറാനെ ആഘാതമുണ്ടാക്കിയ സംഭവമാണ്. ആയത്തുള്ള അലി ഖംനായുടെ മരണത്തോടനുബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളൊക്കെ നടന്നിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം നടന്നതോട് കൂടിയിട്ട് ഈ പ്രക്ഷോഭകാരികൾ അത്രയും ഇസ്രായേലിനും അമേരിക്കക്കെതിരെ തിരിഞ്ഞു. രാജ്യത്തിലെ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റും സൈനികരും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായ രീതിയിലാണ് രാജ്യത്തിന് വേണ്ടി അമേരിക്കയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്ക പല തരത്തിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക ആസ്തി തകർക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സമാധാനം എന്ന് പറയുന്ന വാക്കുകൾക്കൊന്നും വലിയ പ്രയോജനമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. പകരം എന്ത് ചെയ്യണം? തിരിച്ചടിക്കണം. തിരിച്ചടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശക്തരായിരിക്കുന്ന ഭരണ സംവിധാനം നേതൃസ്ഥാനത്ത് വരണം, അല്ലെങ്കിൽ അതിൻ്റെ മേധാവികളായി വരുന്നവർ ശക്തരായിരിക്കണം. അതുകൊണ്ട് സമാധാനം കാക്ഷിക്കുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് പിന്നീട് അവരെന്ത് ചെയ്തിട്ടുണ്ട്?
ഇത്തരം പ്രവൃത്തികൾ തീവ്ര ചിന്താഗതിക്കാർ, അത് മാത്രമല്ല എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും വിരോധം പ്രകടിപ്പിക്കുന്ന നേതൃസ്ഥാനത്തുള്ളവരെ അവരതിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് ഈ മാറ്റങ്ങൾ കണ്ടത്. ഒരു തരത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി രാജ്യവിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുന്നവരൊക്കെ മാറ്റി നിർത്തിയിട്ടിരുന്നാണ് അനുമാനം. ഇതിൽ 2-3 വിഷയങ്ങൾ പ്രാധാന്യമായ രീതിയിൽ ഇറാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന്, കംനായുടെ കാലഘട്ടത്തിൽ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയ തെഹ്റാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഇസ്രായേലാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇറാൻ അന്ന് പറഞ്ഞു. പിന്നീട് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൽ ഇറാൻ്റെ സൈനികരിൽപ്പെട്ട ആരെങ്കിലും ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പിന്നീട് കഴിഞ്ഞ ഫെബ്രുവരി മാസം 28 ആയത്തുള്ള അലി ഖംനായെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിലും സൈനികർക്ക് സഹായം നൽകുന്നവരോ യുദ്ധവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരോ ആരോ ഒരാൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നുള്ളതും അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതും വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നൊക്കെ പ്രാദേശിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, സൈനിക നേതൃത്വ സ്ഥാനത്ത് ഇസ്രായേൽ വിരോധികൾ ഉണ്ടാവണം എന്ന് മുജ്തബ ഖംനായിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാണിപ്പോൾ പ്രകടമായത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. 2 കാര്യം മുജ്തബ ഇതിൽ ലോകത്തോട് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ ജീവിച്ചിരിക്കുന്നു, എനിക്ക് ആരോഗ്യാവസ്ഥയുണ്ട്, പ്രശ്നങ്ങളില്ല, ഞാൻ ഇറാനിലുണ്ട്, ഇറാനിൻ്റെ സർവ സൈന്യാധികരുമായിട്ട് ബന്ധപ്പെടാനും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് മറ്റു ലോകരാജ്യങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. രണ്ടാമത്തത്, ഇപ്പം നിലനിൽക്കുന്ന സമാധാനപരമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ അതൊരു സ്ഥിരതയുള്ളതല്ല, ഇളക്കം തട്ടുന്നതാണ്. ആയതിനാൽ അങ്ങനെ ഒരു ഇളക്കം തട്ടുകയാണെങ്കിൽ പിന്നീട് ആഘാതമുള്ള ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്നതുകൂടി മുജ്തബ അലി ഖംനായി പറയുന്നു എന്നതാണ് ഈ മാറ്റങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.